മാസപ്പടിയിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിച്ചതെന്ന് പെൻഷൻ ലഭിക്കാത്തതിന് പ്രതിഷേധിച്ച അടിമാലി മറിയക്കുട്ടിയുടെ ചോദ്യം സെക്രട്ടേറിയറ്റിനെ പ്രകമ്പനം കൊള്ളിച്ചു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ഇതൊക്കെ ചോദിക്കുവാനുള്ള ധൈര്യം മറിയക്കുട്ടിക്ക് പകർന്നു നൽകിയത് ഒരു രാഷ്ട്രീയക്കാരുമല്ല, സാഹചര്യങ്ങളാണെന്നാണ് മറിയക്കുട്ടി പറയുന്നത്. എന്നാൽ ഒരു സാഹചര്യവുമല്ല. പിണറായിയുടേതല്ലാത്ത, അതായത് CPM ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും പോകുമെന്നാണ് മറിയക്കുട്ടിയുടെ പ്രഖ്യാപനം. അവകാശങ്ങൾക്കായാണ് സമരം ചെയ്തത്. സാമൂഹ്യക്ഷേമ പെൻഷൻ ആരുടെയും ഔദാര്യമല്ല. താൻ രാവിലെ കോൺഗ്രസും രാത്രി BJPയുമാണെന്നാണ് CPM പറയുന്നത്. അതെൻ്റെ പണിയല്ല. പാവപ്പെട്ടവർക്ക് പെൻഷൻ വേണം. താൻ സ്വർണ്ണക്കടത്തിനോ കള്ളക്കടത്തിനോ പോയിട്ടില്ല. പിണറായിയുടെ പോലീസ് ജനങ്ങളെ മർദ്ദിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചാൽ തല്ലി ഓടിക്കും. പിണറായിയെക്കാളും സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കയ്യിൽ പിടിച്ചതാണ് എല്ലാവർക്കും പ്രശ്നം. പ്രധാനമന്ത്രിയെ കാണാൻ പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും മറിയക്കുട്ടി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന ചിത്രമുയർത്തി കാട്ടിയായിരുന്നു മറിയക്കുട്ടിയുടെ മറുപടി. മറിയക്കുട്ടിയെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് നന്നായി അറിയാം. നിങ്ങളൊന്നു മാത്രം ഓർത്താൽ മതി. പഴുത്തയില വീഴുമ്പോൾ പച്ചയില ചിരിക്കും. നാളെ ഈ പച്ചയിലയ്ക്കും പഴുത്തലയുടെ ഗതിയാണെന്ന് പച്ചയില ചിന്തിക്കുന്നില്ല. ഒരു മറിയക്കുട്ടിയല്ല, ലക്ഷക്കണക്കിന് മറിയക്കുട്ടിമാർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അടിമാലി മറിയക്കുട്ടിയേക്കാൾ സാഹചര്യം മോശമായ ലക്ഷക്കണക്കിന് പെൻഷൻ വാങ്ങുന്ന നിർധനരായവർ ഈ സംസ്ഥാനത്തുണ്ട്. അവർക്കെല്ലാം അറിയാം സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവർക്ക് കിട്ടുമെന്ന്. അവർക്കെല്ലാം വിശ്വാസമുണ്ട് അവരെ പിണറായി സർക്കാർ പറഞ്ഞു പറ്റിക്കില്ലെന്ന്. വെറും 600 രൂപയിൽ കിടന്ന പെൻഷനാണ് 1600 രൂപയാക്കി ഉയർത്തി കൃത്യമായി മാസം കൊടുത്തിരുന്നത് ഈ പിണറായി സർക്കാർ. ഇപ്പോൾ 2-3 മാസം മുടങ്ങി. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1-2 8 മാസത്തെ പെൻഷൻ വരെ മുടങ്ങിയപ്പോൾ ഈ മറിയക്കുട്ടി എവിടെയായിരുന്നു? അന്നൊരു മറിയക്കുട്ടിയെയും അന്നക്കുട്ടിയെയും സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കണ്ടില്ല. അന്നും ഇവരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നാളെയും ഉണ്ടാകും. അല്ല, ഉണ്ടാകണം. പിണറായി സർക്കാർ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവരെ മൂലക്കിരുത്തില്ല. അവരുടെ വിഷമങ്ങൾ കൃത്യമായി അറിയാവുന്ന സർക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് എത്ര കുടിശ്ശിക ഉണ്ടെങ്കിലും ലഭിക്കും. ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. പിന്നെ എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറിയക്കുട്ടിയെ മത്സരിപ്പിക്കണം. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെയാക്കണം, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയാക്കണം. അന്നേരം എല്ലാ മാസവും പെൻഷൻ കൃത്യമായി കിട്ടും, കൊടുക്കാനും സാധിക്കും. മറിയക്കുട്ടി പറഞ്ഞത് മാസപ്പടിയിൽ നിന്നും തരാനല്ല, നികുതിപ്പണത്തിൽ നിന്നും തരാനാണ് പറഞ്ഞത്. മറിയക്കുട്ടിയെ താലോലിച്ചുകൊണ്ട് നടക്കുന്നവർ ഈ വാക്കുകൾ ഓർത്തു വച്ചേക്കണം. അന്നേരം മറന്നു പോകരുത്. അത്രയേ പറയാനുള്ളൂ.